ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പോൾ ഈഴവരെ മുസ്ലിം പ്രതിനിധികളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ താൻ എത്രത്തോളം അംഗീകരിക്കുന്നു എന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കോഴിക്കോട് സിൻഡിക്കേറ്റ് മെമ്പർ റഹീമിന് ലീഗുകാർ വോട്ട് കൊടുത്തില്ല. അദ്ദേഹത്തെ വോട്ട് നൽകി വിജയിപ്പിച്ചത് ആരാണ്? ഈഴവന്റെ വോട്ട് കൊടുത്തത് റഹീമിനാണ്. 12ഓളം വോട്ടുകൾ നമ്മുടെ ജാതിയിൽ ആളില്ലാഞ്ഞിട്ടാണോ? അദ്ദേഹം പറഞ്ഞൊരു വാദമാണ്. ഇനി MESന്റെ സ്ഥാപനങ്ങളിൽ എത്രത്തോളം മറ്റ് ജാതികളിലെ പ്രതിനിധികളുണ്ട്? അതിങ്ങനെ പറയുന്ന കണക്കൊന്നും പറയുന്നത് ശരിയല്ല, പക്ഷേ ഇങ്ങനെ പറയിപ്പിക്കുകയാണ് വെള്ളാപ്പള്ളി എന്നൊരു സാഹചര്യം കൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് പറയൂ ശ്രീ ഫസൽ ഗഫൂർ. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഏറ്റവും അധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലപ്പുറത്തുള്ളത്, ഇപ്പോൾ നമ്മൾ ചെറിയ സ്കൂളിൻ്റെ കാര്യമല്ല പറഞ്ഞു, മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും ഒക്കെ മലപ്പുറത്ത് സ്ഥാപിച്ചത് MES ആണ്. ആ MES തന്നെ ആ കാലത്ത് നിങ്ങൾ ഓർമ്മ വെക്കണം, അത് 50-50 അംഗീകരിച്ചു. പിന്നെ ഞങ്ങൾക്കാണ് കൂടുതൽ എയ്ഡഡ് കോളേജുകൾ ഇവിടെ ഉള്ളത്. അവിടെ സർക്കാർ പറഞ്ഞിട്ടുള്ള ഫോർമുല 60 ജനറൽ മെറിറ്റ്, 20 അതായത് കമ്മ്യൂണിറ്റി ആൻഡ് മെറിറ്റ്, ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ടും മാത്രമല്ല, ഞങ്ങളുടെ ഇവിടെ ഉള്ള 20-22 പ്രിൻസിപ്പൽമാരുള്ളതിൽ ഇവിടെ മലപ്പുറം ജില്ലയിലുള്ളവർ 12 പേര് മറ്റ് സമുദായങ്ങളിൽപ്പെട്ടവരാണ്. ഇവിടുത്തെ പ്രിൻസിപ്പൽ, ഞാൻ മെഡിക്കൽ കോളേജിലാണ് ഇരിക്കുന്നത്, അതിൻ്റെ പ്രിൻസിപ്പളുടെ പേര് ഡോക്ടർ ഗിരീഷ് എന്നാണ്. ഒരു പ്രശ്നമില്ല, ഗിരീഷ് ഇവിടെ ഞങ്ങളുടെ ഏകദേശം 10 കൊല്ലം കണ്ടായി. അങ്ങനെ മറ്റേ എയ്ഡഡ് കോളേജുകളിൽ വരെ ഡോക്ടർ വിനോദ്, ഡോക്ടർ രാജേഷ് ഇപ്പം പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ മനസ്സിലായില്ലേ, MESൻ്റെ പ്രിൻസിപ്പൽമാരായിട്ടിരിക്കും. പിന്നെ എന്ത് മതസൗഹാർദ്ദ തകർച്ചയാണ് ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്നത്. പിന്നെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. OBC തട്ടിയെടുത്തു സീറ്റ്, അതെങ്ങനെ തട്ടിയെടുക്കാൻ പറ്റും? കോട്ട വിത്തിനെ കോട്ട നടപ്പാക്കിയിട്ടുള്ള ആദ്യത്തെ സ്റ്റേറ്റുകളിലൊന്നാണ് കേരളം. അതായത് OBCയിൽ കോട്ടയുണ്ട്. ആ കോട്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ 12% ഈഴവർക്ക്, 11% മുസ്ലിമിന്, പിന്നെ ഏകദേശം കൊച്ച് OEC അതർ ബാക്ക്വേർഡ് മുക്കുവര അവർക്കൊക്കെ ആ കോട്ട എങ്ങനെ തട്ടിയെടുക്കാൻ പറ്റും? അത് PSC പ്രകാരമാണത് എടുക്കുന്നത്, മനസ്സിലായില്ലേ? മറ്റേ കോട്ട, സംവരണ കോട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനങ്ങളിലുള്ള കോട്ട, എയ്ഡഡ് സ്ഥാപനം, അത് ഏകജാലകത്തിലൂടെ എടുക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പറയാലോ, എന്താണ് നരേന്ദ്ര കമ്മീഷൻ പറഞ്ഞ്, നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ പിന്നിലാണ് ആര് ഏറ്റവും നമ്മുടെ ഗവൺമെൻറ്റിൽ ജോലിയിൽ എത്രയോ ശതമാനം, അതായത് ഇവിടെ 27% മുസ്ലിമുകൾ, 12% പോലും ജോലിയിലില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മൂന്നാമത് നിങ്ങൾ സ്ഥിരം പറയുന്നു 10 കൊല്ലം അല്ലെങ്കിൽ 9 കൊല്ലമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണം അല്ല. ഈ സ്വയാശ്രയം തുടങ്ങിയ കാലഘട്ടം തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 15 കൊല്ലം ഇവിടെ ഭരണം നടത്തിയിട്ടുള്ളത് CPM ആണ്. ആരായിരുന്നു മുഖ്യമന്ത്രി? 2 മുഖ്യമന്ത്രി, VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ. അവർ ഇഴവരല്ലേ? പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം സജീവൻ പറഞ്ഞത് ശരിയാണ്. എന്നോട് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കാര്യം. വെള്ളാപ്പള്ളി പറയണ ഇവിടുത്തെ മലബാറിലുള്ള ഇഴവരൊന്നും ശരിക്കുള്ള ഇഴവരല്ല, അവരൊക്കെ വെളുത്ത ഇഴവരാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി, വെളുത്തവരാണ്, മനസ്സിലായി, അവർ വേറെയാണ്. ശരി തന്നെയാണ്, അവർ വേറെ തന്നെയാണ്. കാരണം ഇവർ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും തെക്കുള്ളവർ ഇവർ അനുഭവിച്ചിട്ടില്ല. ഇവിടെ ഉള്ള വലിയ കച്ചവടക്കാർ, ഗോപാലൻ, KTC ഗ്രൂപ്പ്, എലൈറ്റ് ഗ്രൂപ്പ് തൃശ്ശൂർ, ഇതെല്ലാം ഈഴവ ഗ്രൂപ്പുകളാണെന്നേ. അപ്പോൾ അവർ മുസ്ലിമുകളും കൂടുതൽ ബിസിനസ്സിലായിരുന്നു, അതുകൊണ്ടാണ് കൂടുതൽ അവർ കുറച്ച് പിന്നോക്കം നിൽക്കുന്നതായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുത്തിയിട്ട് എന്തോ ഒരു ബഹളം നടക്കുന്നുണ്ട് എന്നുള്ള മട്ടിൽ നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ വീണ്ടും ഞാൻ പറയണേ, ഏറ്റവും സൗഹാർദ്ദത്തിൽ എനിക്ക് എല്ലാ മേഖലകളും അറിയാം. കാരണം എൻ്റെ നാട് ആലുവയാണ്, ഞാൻ കോഴിക്കോട് വരണമെന്നല്ല, ആലുവക്കാരനാണ്. എൻ്റെ അച്ഛൻ്റെ നാട് കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ തീർന്നല്ലോ ഇവിടെ നിന്നാന്നുള്ളത്. അപ്പോൾ ആ നിലക്ക് ലീഗാണ് ഇവിടെ തീരുമാനിക്കണമെന്ന് പറഞ്ഞാൽ മുസ്ലിം ഞാൻ MES പ്രസിഡൻ്റാണ്, ഞാൻ ലീഗിൻ്റെ അനുഭാവിയല്ല. അപ്പോൾ എനിക്കിവിടെ കോളേജുകളൊക്കെ നടത്താൻ പറ്റുന്നുണ്ടല്ലോ, എനിക്ക് സ്കൂൾ വരുന്നുണ്ടല്ലോ. എഞ്ചിനീയറിംഗ് കോളേജ് വന്നപ്പോൾ ലീഗുകാർ എതിർത്തോ? ലീഗുകാർ ആരും ഞങ്ങളുടെ കമ്മിറ്റിയിലില്ലല്ലോ. MESൻ്റെ മോൾ കമ്മിറ്റിയിൽ ഒരു പ്രസിഡന്റ് പോലും ലീഗുകാരനായിട്ടില്ല. ഞങ്ങൾ ലീഗിൻ്റെ ഒരു സംഘടനയിലല്ലോ. അപ്പം അങ്ങനെ ലീഗ് വാരിക്കോരി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രചരണം ആര് നടത്തിയാലും, ഇനി ലീഗിൻ്റെ ഉള്ളിലുള്ളവർ നടത്തിയാലും ലീഗിൻ്റെ പുറത്തോട്ട് നടത്തിയാലും ഞങ്ങളത് സമ്മതിക്കില്ല. പല സമയങ്ങളിൽ പല ഗവൺമെൻറ്റുകൾ ഞങ്ങൾക്ക് നൽകണം. ഏറ്റവും വലിയ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളിലൊന്നെന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് എല്ലാവരും അതിന് ഞങ്ങളായിട്ട് സഹകരിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് സ്ഥാപനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ നടന്നുകൊണ്ടിരുന്ന ഇതിൽ പറഞ്ഞത് മുഴുവനും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ തരണം ചോദിക്കും. കാരണം എനിക്ക് തോന്നുന്നു ശ്രുതിയും നമ്മുടെ പ്രിൻറ്റും കൂടെ തമ്മിലൊരു ഏറ്റുമുട്ടലായിട്ടാണ് ഇപ്പോൾ ഈ ചർച്ച നടക്കുന്നത്. ഞങ്ങളൊക്കെ പുറത്ത് നിൽക്കണം, ഞങ്ങളിപ്പോൾ കാഴ്ചക്കാരായിട്ട് നിൽക്കുകയാണ്, പ്രാണികളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതല്ല ഞാൻ പറഞ്ഞു. അതെ ഞാൻ പറയണത് എന്താ പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മൾ ചുമ്മാ കുപ്രചരണം നടത്താം. പിന്നെ വേറെ കാര്യം കൂടെ പറയാം, വെറുതും ഇവരെ മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഞാനിപ്പോൾ BJP ആയിട്ട് മാത്രമല്ല മുട്ടാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നവോത്ഥാന മുന്നണി എന്താണ് അതിൻ്റെ പേര്, സമിതി എന്ന് പറഞ്ഞ ഒന്നുണ്ടാക്കി. ഞാനുണ്ടായിരുന്നു, പുന്നല ശ്രീകുമാർ ഉണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു.
നവോത്ഥാന സമിതി. ഞങ്ങൾ പിന്നെ ആ വെള്ളാപ്പള്ളി വന്നതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ മനസ്സിലായി തലയിൽ കൊണ്ടു നടക്കുന്നവർ ആരായാലും മനസ്സിലല്ലേ, ഞങ്ങൾ അതിനെതിർക്കും തീർച്ചയായിട്ടും. ഇങ്ങനത്തെ വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ UDF എതിർക്കുന്നതാണ്. ഫസൽ ഗഫൂർ, ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്തയാണ്, അതായത് 3 പതിറ്റാണ്ട് ജനറൽ സെക്രട്ടറി പദം പൂർത്തിയാക്കുന്ന വെള്ളാപ്പള്ളി നടേശന് ഉജ്ജ്വല സ്വീകരണം നൽകാൻ പോവുകയാണ് ഏപ്രിൽ 11, അടുത്ത ആഴ്ച, അടുത്ത ദിവസം. ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് അതിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മന്ത്രിമാരായ പി പ്രസാദുണ്ട്, പി രാജീവുണ്ട്, VN വാസവനുണ്ട്, സജി ചെറിയാനുണ്ട്, തുഷാർ വെള്ളാപ്പള്ളിയുണ്ട്. അപ്പോൾ മലപ്പുറം മറ്റൊരു രാജ്യമായതും മലപ്പുറം മറ്റൊരു സംസ്ഥാനമായതൊന്നും അവരറിഞ്ഞിട്ടില്ല. അതല്ല ഞാനീ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വിഷയം അത് തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു നവോത്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ അയാൾ ഇരിക്കുന്നതിന് പറ്റി ശരിയാവില്ല. അതുകൊണ്ട് ഞങ്ങളൊന്നും കയ്യിൽ സഹകരിക്കുന്നില്ല. കാരണം ഇയാൾ ഒരു കാലത്ത് ഒന്ന് പറയും, ഞാൻ പറയട്ടെ, ഇതിൽ മോശപ്പെട്ട വർത്തമാനം പറയണ്ട. എന്താണ് ലക്ഷ്മണനായിട്ട് നടന്നിട്ടുള്ള NSSനെ പറ്റി ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ഇത് ഇപ്പോൾ ഈ ഒരു ചർച്ച മാത്രമൊന്നുമല്ലോ, ക്രിസ്ത്യാനികളെ പറ്റി പറഞ്ഞാൽ മുസ്ലിമുകളെക്കാട്ടും മോശമാണ് ക്രിസ്ത്യാനികൾ. അവരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മതപരിവർത്തനം നടത്തുന്നത്. അത് ഉടനെ തടയണം എന്ന് ഒരിടക്ക് പറയും. ഒരിടക്ക് ഞാൻ ഇനിയൊരു കാര്യം കൂടെ പറയാം. ഞാനും അദ്ദേഹവും കൂടെ ആയിരുന്നു നവോത്ഥാന നമ്മുടെ പിന്നോക്ക സമുദായ വേദിയുടെ ഞാൻ സെക്രട്ടറി പ്രസിഡൻ്റായിരുന്നു. അന്ന് ഈ ഇദ്ദേഹം ഒരു വർത്തമാനം പറഞ്ഞു ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ, ഞങ്ങളാണ് പൈസ കൊടുത്തത് എല്ലാ കാര്യത്തിനും. തെറ്റായതാണ്. അന്ന് ആ കേസ് നടത്താനായിട്ടുള്ള ഈ സംവരണത്തിൻ്റെ കേസ് നടത്താൻ 50-50 എന്നുള്ള ആൾക്ക് 50% പണം MES-ഉം 50% SNDP യോഗവും ഇട്ട് ബാങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴും കോമൺ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? ഞങ്ങളുടെ കൂടെ കോമൺ അക്കൗണ്ടായിട്ട് വെച്ചിട്ട് അപ്പോൾ പറഞ്ഞത് ഞങ്ങളാണ് എല്ലാ പണം കൊടുത്തത്. അങ്ങനെയല്ല, പണം ഞങ്ങൾ 50-50 ഷെയർ ചെയ്തിട്ടാണ് കേസുകൾക്കും മറ്റൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പറയുന്നത് മുഴുവനും നുണയാണ്. അതായത് ഒന്നല്ലെങ്കിൽ വയസ്സ് ബാധിച്ചിട്ടുണ്ട്, പിന്നെ 30 കൊല്ലം ഞങ്ങൾക്കൊക്കെ 30 കൊല്ലത്തിനടുത്ത് ഞാനുമായിട്ടുണ്ട് MES-ൻ്റെ നേതൃത്വത്തിലിരിക്കുന്നത്. അദ്ദേഹത്തെക്കാട്ടും വളരെ പ്രായം കുറവാണ് എനിക്ക്. എന്നാലും അപ്പോൾ അതിൽ ഇനി നടത്താതിരിക്കുക, അതൊക്കെ അത് മകൻ അപ്പുറത്ത് നിർത്തിയിട്ട് പിതാവ് ഇപ്പുറത്ത് നിൽക്കുകയും ഇപ്പം പിതാവ് അങ്ങനെ ഒരു ചെരിച്ചിൽ അങ്ങോട്ട് കാണിക്കുകയും അതിലൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭാരതീയ ജനതാ പാർട്ടിയെ മാത്രം കുറ്റം പറയരുത്. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ കാണുന്ന എല്ലാം പോകുന്നുണ്ടല്ലോ, അവിടെ എല്ലാവരും പോകുന്നുണ്ട്. അവിടെ തന്നെ UDF-ഉം പോകുന്നുണ്ട്, LDF-ഉം പോകുന്നുണ്ട്, എല്ലാവരും അടുത്തൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എത്ര വോട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ വോട്ടിൻ്റെ ശതമാനം നമ്മൾ പരിശോധിച്ചപ്പോൾ BDJS-ന് വോട്ടുണ്ടോ അല്ല ജയിക്കുന്നത് BJPയുടെ വോട്ട് തന്നെയാണ്. ഇനി ഇവർ കൂടെ നടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടെ നടന്നുകൊണ്ട് ഇപ്പോൾ ചെവി തിന്നുകയും പിന്നെ തിരിച്ച് ഇപ്പുറത്ത് മാറി സംസാരിക്കുകയും അത്തരത്തിലുള്ള അദ്ദേഹമാണല്ലോ പ്രഖ്യാപിച്ചത് പിണറായി വിജയൻ അടുത്ത മുഖ്യമന്ത്രിയാവുന്നത്. അപ്പോൾ മകനപ്പുറത്ത് നടക്കുന്നോ? അപ്പോൾ ഇതൊക്കെ മനസ്സിലായി. കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളാണെന്ന് ആരും വിചാരിക്കരുത്. കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇത്രയാണ് എനിക്കിതിൽ പറയാനുള്ളത്. പിന്നെ എനിക്കൊരു അഭിപ്രായം കൂടെ പറയാനുണ്ട്. അത് ഒറ്റ ഞാൻ നേരത്തെ പറഞ്ഞു, തിരക്കാരനെ പറഞ്ഞു, മുസ്ലിം ലീഗ് 1-2 MLA-മാരെ മറ്റു സമുദായങ്ങളിൽ നിന്ന് എടുക്കണം എന്ന് ഉറച്ച് ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയണം. Debate with Smriti Parithikar.